അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രമാണ്. ഇത്തരത്തിലുള്ള ഒരു വാദത്തിലേക്കൊക്കെ ഈ ചർച്ചയെ കൊണ്ടുപോകണമെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ആലോചിക്കേണ്ടത്. ഇങ്ങനെയാണോ? അതായത് നിങ്ങൾ വളരെ ശൂന്യതയിൽ നിന്ന് ഒരു കാര്യം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടാണ് ഒരു ചർച്ച കൊണ്ടുപോകേണ്ടതെന്ന് അദ്ദേഹം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. നമ്മുടെ ഓർമ്മയിൽ നിന്നും നമ്മുടെ സമീപകാല ചരിത്രത്തിൽ നിന്നും നിങ്ങളുടെ ഗവൺമെൻറ് ഹിമാചൽ പ്രദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അവിടെ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. ഏതാ ബില്ല് എന്ന് ഓർമ്മയുണ്ടോ? ആ ബില്ല് രാഷ്ട്രമാതാവായിട്ട് പശുവിനെ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബില്ലായിരുന്നു. ഇപ്പോൾ ഈ രാജ്യത്ത് മുഴുവൻ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആളുകളെ പശുവിൻ്റെ പേരിൽ കൊന്നു കളയുന്ന കാലത്ത് സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് പശു രാഷ്ട്രീയം മാറിയിട്ടുള്ള സമയത്ത് പശുവിനെ ഗോമാതാവ് രാഷ്ട്രമാതാവായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് കൊണ്ടുവന്നിരുന്നു ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്. BJP അതിന് പിന്തുണ കൊടുത്തു. അതുകൊണ്ട് ഈ ചരിത്രം എന്നെക്കൊണ്ട് അദ്ദേഹം പറയിച്ചതാണ്. നമ്മൾ അതിലേക്കല്ല പോകേണ്ടിയിരുന്നത്. ആരാണ് മറ്റേ വെള്ളി ഇഷ്ടിക രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തയക്കാൻ വേണ്ടി അവകാശവാദം ഉന്നയിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യത്തെ ഈ പറയുന്ന ഓരോ നിയമവും, ഗോവധ നിരോധനം ഉൾപ്പെടെയുള്ള ഓരോ നിയമങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാവും ആരൊക്കെയാണ് ഇത് ആദ്യം കൊണ്ടുവന്നത് എന്നുള്ളത്. എന്നാൽ ആ കൊണ്ടുവന്നതിൽ നിന്നും എത്രയോ അധികമായിട്ട് ദൂരത്തേക്ക് തീവ്രതയിൽ ഇപ്പോൾ രാജ്യത്തത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാജ്യത്തെ സംഘപരിവാരം എന്നുള്ളത് കൊണ്ടാണ് മറ്റെല്ലാവരും ഒന്നിച്ചു നിൽക്കണം, ഇവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാകണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ന് ഛത്തീസ്ഗഡിൽ ഒരു സമരം നടന്നു എന്നുള്ളതാണ്. ഇന്ന് ഛത്തീസ്ഗഡിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിഷേധവും ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. അങ്ങനെ മാത്രമല്ല, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ക്രിസ്ത്യൻ എന്ന വാക്ക് പറയാൻ വേണ്ടിയിട്ട് മടിക്കുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അവരുടെ ഏറ്റവും ഒടുവിലത്തെ പത്രസമ്മേളനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. എന്തേ മടിക്കുന്നത്? മറ്റ് ന്യൂനപക്ഷങ്ങളുടെ പേര് പറയുന്നുണ്ട്, പക്ഷെ ക്രിസ്ത്യൻ എന്ന വാക്ക് അവർ പറയുന്നില്ല. വളരെ ഇങ്ങനെ എന്താ പറയുക, എവിടെയും തൊടാതെയുള്ള ചില പ്രസ്താവനകൾ മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യം പ്രസക്തല്ലേ? ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയല്ലേ കോൺഗ്രസ്? അവിടെ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന കക്ഷിയല്ലേ കോൺഗ്രസ്? ഇനി ശരി, നിങ്ങൾ പറയുന്ന 1967 ഇത് വന്നപ്പോൾ ഞങ്ങളായിരുന്നില്ല കൊണ്ടുവന്നിരുന്നതെന്ന്. അതിനുശേഷം മധ്യപ്രദേശ് കോൺഗ്രസ് ഭരിച്ചിട്ടില്ലേ? 2000-ലാണല്ലോ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഉണ്ടായതിനു ശേഷം കോൺഗ്രസ് അവിടെ ഭരിച്ചിട്ടില്ലേ? എന്തേ നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ നിയമം അസാധുവാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അവിടെ തയ്യാറായിട്ടില്ല? തയ്യാറാകാത്തതിൻ്റെ കാരണം ഇതേ രാഷ്ട്രീയം വേറൊരു തരത്തിൽ കുറച്ച് സോഫ്റ്റായിട്ട്, അവിടെ ഇതിനേക്കാൾ സോഫ്റ്റായിട്ട്, ഞാനതിൻ്റെ തീവ്രതയെ കുറച്ചിട്ടല്ല പറയുന്നത്, ഇതിന് കളമൊരുക്കി കൊടുക്കുന്നതിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഉത്തരേന്ത്യയിൽ മുഴുവൻ ആ പങ്കുണ്ട്. അതെന്നെ കൊണ്ട് അദ്ദേഹം പറയിച്ചതാണ്. അങ്ങനെ ആയിരുന്നില്ലേ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടി ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ സമരങ്ങൾ നടക്കുന്നില്ല? എന്തുകൊണ്ട് ഛത്തീസ്ഗഡിൽ സമരങ്ങൾ നടക്കുന്നില്ല? ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഇതിനെതിരായിട്ട് സമരം നടക്കുന്നില്ല? നേരത്തെ സൂചിപ്പിച്ച് ശരിയാ, 2014 തൊട്ട് 24 ആകുമ്പോഴേക്കും 8 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ. പക്ഷേ 2013 114 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. 1996 UN നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്. UN-ന്റെ പ്രത്യേക അന്വേഷണ വിഭാഗത്തെ വെച്ച് ഐക്യരാഷ്ട്രസഭ നടത്തിയിട്ടുള്ള പഠനമുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും കിട്ടും. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ പ്രചരണം വർദ്ധിക്കുന്നത്, ഒരു ഹോസ്റ്റിലിറ്റി എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. കോൺഗ്രസിന് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും ന്യൂനപക്ഷ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് 1997-ലെത്തത്. അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്തെല്ലാം കോൺഗ്രസ് പാലിച്ചൊരു നിശബ്ദത, കോൺഗ്രസ് പാലിച്ച സന്ധി, കോൺഗ്രസ് ഇതിനെതിരായിട്ട് നിലപാടെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് അവർ കരുതിയതിൻ്റെ കൂടി ദുരനുഭവമാണ് ഈ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് കോൺഗ്രസിന് അക്കാര്യത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. ശരി, ഞാൻ ഷാബുവിലേക്കും റിജിലേക്കും വരാം. ഒരു നിമിഷം. ശ്രീ പാട്രിക്, കേൾക്കാമോ? ഇവിടെ ഈ വിഷയത്തിന് ഇത്രയൊരു ട്രാക്ഷൻ ലഭിച്ചത്, അതായത് ഒരു ദേശീയ ശ്രദ്ധ നേടിയത്, പാർലമെന്റിൽ ബഹളമുണ്ടായത് കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകൾ അതിലുള്ളത് കൊണ്ടാണ്. അതേസമയം അവരുടെ കൂടെയുള്ളവരും ക്രൈസ്തവരാണ്. ആ പെൺകുട്ടികൾ, അവർ CSI സഭക്കാരാണ്.